അതിലെ വരാൻ കഴിയില്ല കേട്ടോ. നിങ്ങളെ ഞാൻ പിടിക്കും, ആരായാലും പിടിക്കും. നിങ്ങളതിലെ വരൂല, കാർക്കെട്ട് കൊടുക്കും. നിങ്ങളതിലെ വരൂല, ഈ പണി വാങ്ങണ്ട. വൈറലായതിന്റെ തൊട്ടു പിന്നാലെ അമ്മ എയറിൽ കയറിയേക്കാണ്. ഈ അമ്മയുടെ പേര് പ്രഭാവതി അമ്മ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഇപ്പൊ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. 2 ദിവസം മുമ്പ് ഫുട്പാത്തിലൂടെ കടന്നുപോയ സ്കൂട്ടർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി ഇതുവഴി സ്കൂട്ടർ ഓടിക്കാൻ പറ്റത്തില്ല, ഇത് നടവഴിയാണ് എന്ന് പറഞ്ഞ് പ്രതികരിച്ച അമ്മയാണ്. അതാരോ വീഡിയോ എടുത്ത് റീച്ചാക്കി. നല്ല രീതിയിൽ ആ വീഡിയോ വൈറലായി, ആൾക്കാർ ഏറ്റെടുത്തു, മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഈ അമ്മയുടെ പ്രതികരണം മാധ്യമങ്ങൾ തേടി. അതോടൊപ്പം തന്നെ മന്ത്രി ഗണേഷ് കുമാറൊക്കെ ഈ അമ്മയെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഒപ്പം MPD ഈ അമ്മയുടെ വീട്ടിൽ പോയി പൊന്നാട അണിയിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഉണ്ടാവണം. ഞാൻ നമ്പറൊന്നും നോട്ട് ചെയ്തില്ല, എനിക്ക് കിട്ടാൻ പറ്റിയിട്ടില്ല. ഇല്ല, എൻ്റെ ഫോണ് വളരെ മോശമാണ്. കണ്ടല്ലോ, MPD അവരുടെ വീട്ടിൽ പോയി പൊന്നാടി അണിയിക്കുന്നതാണ്. അപ്പൊ നമ്മളെല്ലാവരും അമ്മയെ അഭിനന്ദിച്ചു. കാരണം ഈ പ്രായത്തിലും പൗരബോധത്തോട് കൂടിയിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെടാതെ പ്രതികരിച്ചല്ലോ. കാരണം ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഫുട്പാത്തിലൂടെ ആൾക്കാരിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക, നടക്കാൻ സ്ഥലം ഇല്ലാതാകുക. കാരണം നടവഴിയിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ, റോഡിൽ കൂടെ കയറി നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ പ്രതികരിച്ച ഈ അമ്മയ്ക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കയ്യടിയാണ് കിട്ടിയത്. എന്നാൽ പിറ്റേ ദിവസവും ഈ അമ്മ ഇതേ പരിപാടി തന്നെ ആവർത്തിച്ചു. പിന്നെയും വണ്ടി തടയാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതായത് ഒരു ട്രാഫിക് പോലീസുകാർ എങ്ങനെയാണോ ചെയ്യുന്നത്, ഈ അമ്മയെ ഒരു ഡ്യൂട്ടിയിൽ നിയോഗിച്ചു എന്നുള്ള രീതിയിൽ പിന്നെയും ഇതേ പരിപാടി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഏത് ഷോപ്പില്? ആ ഷോപ്പിൽ അതിൻ്റെ ഫുട്പാത്ത് കൂടിയാണോ പോവുക? അതിന്റെ ഷോപ്പിന്റെ മുന്നിൽ ഒരു വഴിയില്ലേ? ഷോപ്പിന്റെ മുന്നിൽ വഴിയില്ലോ. കണ്ടില്ലേ, പിന്നെയും അമ്മ ആ പരിപാടി തുടർന്നു. അപ്പോൾ ഇതിനകത്ത് 2 അഭിപ്രായം ആൾക്കാർ പറയുന്നുണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് അമ്മ ഓവറാണ്. ഇപ്പം എയറിലാണ് ഈ അമ്മ. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ ഇപ്പം എയറിലാണ്. കാരണം ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ഒരേ കാര്യം ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കുറ്റം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആദ്യം അഭിനന്ദിച്ചവർ തന്നെ ഇപ്പോൾ കുറ്റം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയേക്കാണ്. ഈ അമ്മ ഓവറായി, വൈറലാകാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ശകലം ഓവറല്ലേ. കാരണം നിയമം നമുക്ക് കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. ഈ അമ്മ സ്കൂട്ടറുകാരുടെ പുറകെ പോകുന്നു, സ്കൂട്ടറിന്റെ പുറകെ പിടിക്കുന്നു. എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമുക്ക് അത്രയൊന്നും നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവകാശമില്ല. അമ്മ പറയുന്നുണ്ട്, ഞാൻ പിടിച്ചിരിക്കും. അതൊരു പോലീസുകാരൻ അല്ലെങ്കിൽ നിയമത്തിന് മുകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുന്ന രീതിയിലാണ് ഈ അമ്മ സംസാരിക്കുന്നത്. ആ രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് നാട്ടുകാർക്ക് പ്രതികരണ ശേഷിയുണ്ട്, പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഈ പ്രതികരണം അധികമായി കഴിഞ്ഞാൽ അത് നിയമത്തെ കടന്നു പോകും. നമുക്ക് സാധാരണക്കാർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി വേണം നമ്മളുടെ പൗരബോധം കാണിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പ്രതികരിച്ചു, ആൾക്കാർ അതിനെ ഏറ്റെടുത്തു, അഭിനന്ദിച്ചു, അവരെ അംഗീകരിച്ചു. പക്ഷേ പിന്നെയും ഇത് തുടർന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ആൾക്കാർ കളിയാക്കും. പിന്നെ നമുക്ക് ആരും വില തരത്തില്ല. ആദ്യം ഈ അമ്മയ്ക്ക് വില കൊടുത്ത ആൾക്കാർ ഇനി ഈ അമ്മയ്ക്ക് വില കൊടുക്കുമോ? ഇല്ല. ഈ അമ്മ ഓവറാണ്, വെറുതെ പൊതുശല്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയെ പ്രഖ്യാപിക്കും. പിന്നെ ഇവിടെ വേറൊരു സംഭവം കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്.
ഇത്രയും വലിയൊരു വൈറലായ ഒരു വീഡിയോ, ഈ സംഭവം ഭയങ്കര വൈറലായി. ഇങ്ങനെ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ യാത്രക്കാർ കടന്നു പോകുന്ന സംഭവം ഭയങ്കര വൈറലായി. ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും അവിടെ ഒരു ട്രാഫിക് പോലീസുകാരനെയോ അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് തടയാനുള്ള ഒരു മാർഗവും ആരും സ്വീകരിച്ചില്ല. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ അമ്മ ചെന്നു, അത് ഓവറാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആരെയും ഒന്ന് നിയോഗിക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറായില്ല. MVDയുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഈവൻ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ പെട്ടു. ഇപ്പോൾ ഒരുപാട് അധികാരികളുടെ ശ്രദ്ധയിൽ ഈ ഒരു വീഡിയോ ചെന്ന് കാണും. എന്നിട്ട് പോലും അത് തടയാൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പരമമായ സത്യം നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്, തെളിഞ്ഞു വരികയാണ്. പിന്നെയും ഇതേ പരിപാടി തന്നെ കാണിക്കുന്നു. ഈ അമ്മ ഓവറാണ് എന്നുണ്ടെങ്കിൽ അതുവഴി പോകുന്ന ആൾക്കാർ അതിനേക്കാട്ടും വലിയ ഓവറാണ്. നിയമം ഞങ്ങൾ തെറ്റിക്കുകയാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടാണ് അതുവഴി കടന്നു പോകുന്നത്. ഇത്രയും ധൃതി എന്തിനാണ്? ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ പതുക്കെ പോയാൽ മതി. നമ്മൾ വേറെ പല രാജ്യങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് ട്രാഫിക് റൂൾസ് ഒക്കെ വളരെ കൃത്യമായിട്ട് അംഗീകരിച്ച് അത് പാലിച്ചിട്ടാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ അപകടങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ കൂടുന്നതിൻ്റെ കാര്യം എന്താണ്? ട്രാഫിക് റൂൾസിനെ അംഗീകരിക്കുന്നില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലുമുണ്ട്. എന്നാൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ജനങ്ങൾ പാലിക്കുന്നില്ല. എങ്ങനെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കണം, അതാണ് ആൾക്കാർ നോക്കുന്നത്. ഓരോ ദിവസവും വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എങ്ങനെയൊക്കെ നിയമം തെറ്റിക്കാം. ക്യാമറ വന്നു, മുക്കിനും മൂലയിലും ക്യാമറ വന്നു, പെറ്റി കൂടുതലാക്കി, ഫൈൻ കൂടുതലാക്കി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല, പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രഭാവതി അമ്മ ഒരു കാര്യം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ ആ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യത്തെ തടയാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും നിയമപരമായിട്ട് ആരും ചെയ്യുന്നില്ല. അത് വലിയൊരു സത്യമാണ്. നമ്മൾ പ്രഭാവതി അമ്മയെ കളിയാക്കിയാലും ഇല്ലെങ്കിലും, ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ഇതാണ് നഗ്നമായ സത്യം. അപ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിയമത്തിന് മുകളിലിരിക്കുന്ന ആൾക്കാർ ചെയ്യണം. ഇപ്പോൾ മന്ത്രിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ MVDക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ അവരെ പിടിക്കും. പിന്നെയും അത് തടയാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അവിടെ ആരെങ്കിലുമൊക്കെ നിയോഗിക്കണം. ഇത്തരത്തിൽ നിയമം ലംഘിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിർത്തുക. ട്രാഫിക് പോലീസുകാരെ നിർത്തുക, അല്ലെങ്കിൽ MVD ഉദ്യോഗസ്ഥരെ നിർത്തുക. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അത് ഇതാവുമല്ലോ. ഇങ്ങനെ കടന്നു പോകുന്ന ആൾക്കാർക്ക് നല്ല ശക്തമായിട്ടുള്ള അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, അവർക്ക് ഫൈൻ ഈടാക്കുക. അങ്ങനെ പേടിച്ച് മാത്രമേ ആൾക്കാർ ഇത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് നിയമം പാലിക്കുന്നത്? റോഡിലിറങ്ങുമ്പോൾ കൃത്യമായിട്ട് നിയമം പാലിച്ച് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് മാത്രമേ അവർ വണ്ടി ഓടിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് അടയ്ക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള ഫൈൻ ഈടാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ ലംഘിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ ലൈസൻസ് റദ്ദാക്കും. പിന്നെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ നൂലാമാലകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പണിഷ്മെൻറ്റുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത്. എന്നിട്ടും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ നമ്മൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ തുടരും. ഇപ്പോൾ പ്രഭാവതി അമ്മ ഇപ്പോൾ കുറച്ച് ഓവറാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓവറായിട്ട് പെരുമാറുന്നത് നമ്മുടെ നിയമപാലകരും ഈ നിയമം തെറ്റിക്കുന്ന ആൾക്കാരുമാണ്.